ഇതിൽ ചാടാൻ വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രിപ്പറേഷൻ പ്രതി നടത്തിയതായിട്ടാണ് പ്രാഥമികമായിട്ട് പോലീസ് മനസ്സിലാക്കുന്നത്. ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് മറ്റെന്തെങ്കിലും തരത്തിലേക്കുള്ള ഏതെങ്കിലും തരത്തിലേക്കുള്ള ഹെൽപ്പ് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടുതലായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഈ പ്രതിയെ പിടികൂടുന്ന സമയത്ത് തന്നെ പ്രതിയുടെ കയ്യിൽ നിന്ന് ചെറിയ ടൂളുകൾ, പക്ഷെ അത് ഏത് രീതിയിലേക്കാണ് പ്രതി ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, കഴിഞ്ഞ കാലങ്ങളിൽ ഏത് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കൂടുതലായിട്ട് വിശദമായിട്ട് അന്വേഷണത്തിന് വിധേയമാകേണ്ടുന്ന കാര്യങ്ങളാണ്. അത് കൂടുതലായിട്ട് പോലീസ് പിന്നീട് പരിശോധിച്ചുകൊണ്ട് ആ കാര്യത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് കൊണ്ടുവരാം. എന്തായാലും ഈ ഒരു അവസരത്തിൽ നമ്മൾ കാണിച്ച ഒരു ജാഗ്രതയെ പറ്റിയിട്ട് ഒരു വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ജാഗ്രത എന്ന് പറയുന്നത് പോലീസിനൊപ്പം ഈ വിഷയത്തെ വളരെ കൃത്യമായ രീതിയിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഓരോ ജനങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ ഒരു വാച്ച്മാൻ പോലെ വളരെ കൃത്യമായ രീതിയിൽ വളരെ ജാഗ്രതയോടുകൂടി എൻ്റെ ഏരിയയിൽ ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കണം എന്നുള്ള ജാഗ്രതയോട് കൂടിയിട്ട് പെരുമാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസിന് വളരെ കൃത്യമായ രീതിയിൽ ഇൻഫർമേഷൻ നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾക്ക് അതിൽ ഇൻഫർമേഷൻ നൽകിയ വളരെ ക്രെഡിബിൾ ആയിട്ട് ഇൻഫർമേഷൻ നൽകിയ 3ഓളം പേരുണ്ട്. വളരെ കൃത്യമായ രീതിയിൽ പോലീസ് ഈ വിഷയത്തിൽ അഭിനന്ദിക്കുകയാണ്. വളരെ പ്രത്യേകിച്ചും തീർച്ചയായിട്ടും ഈ ഒരു വിവരം വന്ന സമയത്ത് തന്നെ ആ ഒരു സാമൂഹിക ജാഗ്രത ഉയർത്തിയ മുഴുവൻ മാധ്യമങ്ങൾക്കും മുഴുവൻ ജനങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ബാക്കിയുള്ള തുടർന്ന് അന്വേഷണത്തിന്റെ കാര്യത്തിന്റെ ഭാഗമായിട്ട് കൂടുതൽ കാര്യങ്ങൾ പിന്നീട് ചില ടൂളുകൾ ലഭിച്ചെന്ന് പറഞ്ഞല്ലോ, ഇത് ജയിലിൽ തന്നെ ലഭ്യമാണ്. കൂടുതലായിട്ടുള്ള അന്വേഷണം അതിനുശേഷം അയാളുടെ കയ്യിൽ വന്നതാണെന്ന് ഈ വിഷയത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾക്ക് ശേഷം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ബാക്കി നടപടികൾ ഏത് രീതിയിലേക്ക് ഈ പ്രതി പുറത്തു വന്നു എന്നുള്ളതൊക്കെ കൂടുതലായിട്ടുള്ള വിശദീകരണത്തിലൂടെ കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയൂ. പ്രാഥമികമായിട്ട് ഈ പ്രതി പുറത്തു വന്നതിൻ്റെ പിന്നാലെ ഈ പ്രതി കുറച്ചൊരു പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തിയതായിട്ട് വേറെ ആരെങ്കിലും ഇതിലേക്ക് ഇൻവോൾവ് ആയതായിട്ട് പോലീസിന് ഈ ഒരു അവസരത്തിൽ ഇൻഫർമേഷൻ ഇല്ല. അത് കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കണം. അതീവ സുരക്ഷാ സെല്ലായതുകൊണ്ട് തന്നെ രാത്രി അവിടെ പാറാവ് പുറത്ത് പാറാവ് അതൊക്കെ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി പറയേണ്ടുന്ന കാര്യങ്ങളാണ്. അത് കൂടുതൽ അന്വേഷണത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിലേക്കുള്ള ഇതിലുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ പിന്നീട് പറയണം. എത്ര നാളുകളുടെ തയ്യാറെടുപ്പുണ്ടായിരുന്നു? ഏകദേശം 20 ദിവസത്തിന് മുകളിലൊരു തയ്യാറെടുപ്പായിട്ടാണ് നമ്മൾ പ്രാഥമികമായിട്ട് കാണുന്നത്. ബാക്കി കാര്യങ്ങൾ കൂടുതലായിട്ട് അതിനെ പറ്റിയിട്ട് എനിക്കൊരു കമന്റ് പറയുന്നില്ല. കൂടുതലായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ പ്രതി ജയിലിൽ ചാടിയതുമായി ബന്ധപ്പെട്ടിട്ട് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം കോടതിയുടെ അതുമായി ബന്ധപ്പെട്ട് ബാക്കി തുടർന്നുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട്